ഓക്കെ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടാ. എൻ്റെ കയ്യിലേ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ താറുണ്ട്, ട്രാക്ടറുണ്ട്, 2 ബൈക്കുണ്ട്. പിന്നെ ആ അറ്റത്തും 2 കാറ്, ഒരു ബൈക്കുണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂളിലും ഒരു കാറുണ്ട്. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാറുണ്ട്. എടാ ജാക്കേ, ഇങ്ങോട്ടേക്ക് വന്നേ, ഒരു കാര്യം പറയാണ്ട്. എന്താടാ റോക്കിയേ, എന്താ കാര്യം? എടാ ജാക്കേ, അതെ, എൻ്റെ കൂടെ ആരില്ല. ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്താടാ റോക്കിയേ, മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ചേ? എടാ ജാക്കേ, അത് പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ. എൻ്റെ കൂടെ വേറെ പെറ്റില്ല. എനിക്കൊരു ഫ്രണ്ടിനെ വേണം. അത് ഞാൻ ഉദ്ദേശിച്ചേ. വേറെ ഒരു പെറ്റിനെ സെറ്റാക്കാൻ പറ്റുമോ? ഓ, അങ്ങനെയാണല്ലേ. എന്നാ പിന്നെ കുഴപ്പമില്ല. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു പെറ്റിനെ സെറ്റാക്കാം. അതിപ്പോൾ വലിയ വിഷയങ്ങളൊക്കെ ആയിരുന്നില്ല. നീയപ്പോൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഞാൻ പോയിട്ടേ ഒരു പെറ്റിനെ മേടിച്ചുകൊണ്ട് വരാം. ഇവിടെ പിന്നെ നമ്മുടെ സിറ്റിയിലെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ ഉള്ളിൽ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്. നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. അവിടെ നിന്ന് നമുക്ക് ഒരു പെറ്റിനെ മേടിക്കാം. നമ്മുടെ റോക്കിക്ക് പിന്നെ കൂടെ ആരില്ലേ? എൻ്റെ കൂടെ രാജേട്ടനുണ്ട്. പക്ഷേ റോക്കിയുടെ കൂടെ ആരില്ലേ? അതാണ് അവൻ ഉദ്ദേശിച്ചത്. എന്തുട്ടായാലും കുഴപ്പമില്ല. നമുക്കവനെ ഒരു പെറ്റിനെ വാങ്ങി കൊടുക്കാം. അന്നേരം അവൻ ഹാപ്പിയാവും. അല്ല, ഈ പാർക്ക് എവിടെയാ? ഞാനിപ്പോൾ അത് നോക്കണേ. ആ പാർക്ക് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? ഓക്കെ, നമ്മളങ്ങനെ ആ പാർക്കിലേക്ക് വന്നേക്കാ. ഇതാണ് നമ്മുടെ സിറ്റിയിലുള്ള പാർക്ക്. ഇവിടെയാണ് ആ പെറ്റ് ഷോപ്പ് ഉള്ളത്. നമുക്കപ്പോൾ ഒരു പെറ്റിനെ അങ്ങ് വാങ്ങാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പെറ്റ് ഷോപ്പ്. ഇതുണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ പട്ടികളുണ്ട്. നമുക്ക് ഒരെണ്ണത്തിനെ വാങ്ങാം. ഏതിനെ വാങ്ങാ? ഞാനിപ്പോൾ അത് നോക്കണേ. ഇതാ ചോപ്പല്ലേ? ആ ഫ്രാങ്ക്ലിൻ്റെ ചോപ്പ്. ചോപ്പാവില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ചോപ്പിനെ പോലെ ഇരിക്കണേ. ഈ രണ്ടാമത്തെ പട്ടി പിണങ്ങിയിരിക്കുകയാണോ? എന്താണോ? ഈ ഹസ്കി കുഴപ്പമില്ല ചേട്ടാ. ഞാൻ ആലോചിക്കണതേ ഹസ്കിനെ മേടിച്ചാലോന്ന്. ഹലോ ചേട്ടാ, അതെ, എനിക്ക് ആ ഹസ്കിനെ ഇഷ്ടമായി. ഞാനത് പർച്ചേസ് ചെയ്യാൻ പോവാ. എത്ര എൻ്റെ റേറ്റ്? എടാ ജാക്കേ, നീ എനിക്ക് പൈസ ഒന്നും തരണ്ട. അതിന് പകരേ എനിക്കൊരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടുവന്നാൽ മതി. മോഡിഫൈഡ് സൂപ്പർ ബൈക്കാ? അതിപ്പോൾ എവിടെ നിന്നാ കൊണ്ടുവരാ? ചേട്ടാ, ഞാൻ പൈസ തരാം. എനിക്ക് പൈസ ഒന്നും വേണ്ട. പകരം ഒരു സൂപ്പർ ബൈക്ക് മതി. ആണോ? എന്നാ ശരി, ഞാനൊരു സൂപ്പർ ബൈക്ക് കൊണ്ടുവരാം. ഇതെന്തത്? ഇയാള് പൈസ മേടിക്കണില്ല ചേട്ടാ. പകരം ബൈക്ക് മതി എന്നാ പറഞ്ഞേ, അതും സൂപ്പർ ബൈക്ക്. ഈ സൂപ്പർ ബൈക്ക് ഇപ്പോൾ എവിടെ നിന്ന് സെറ്റാക്ക? എൻ്റെ വീട്ടിൽ പിന്നെ ഇഷ്ടം പോലെ കാറും ബൈക്കും ഉണ്ട്. പക്ഷെ അതൊന്നും സൂപ്പർ ബൈക്കോ സൂപ്പർ കാറൊന്നുമില്ല, സാധാരണ വണ്ടികളാ. നമുക്കപ്പോൾ ഷോറൂമിൽ പോയിട്ടേ ഒരു സൂപ്പർ ബൈക്ക് അങ്ങ് മേടിക്കാം. ഇതെന്തത്? പോലീസുകാർ എൻ്റെ പിന്നാലെ വരണ്ടല്ലോ. ഞാനതിന് എന്തൊട്ട് ചെയ്തേ? എടാ ജാക്കേ, നീ എന്നിട്ട് പണി കാണിച്ചേ. നീ ഒരുത്തനെ വണ്ടി ഇടിച്ചു തോന്നൂലോ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റ് ചെയ്യേ? നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്യേ? എനിക്കൊന്നും കാണണല്ലോ. അതെ, നിങ്ങൾക്കറിയില്ല ഞാൻ ആരാന്ന്. ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. നിങ്ങൾക്കെന്നെ സുഖമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുട്ടായാലും നിങ്ങളെ വെറുതെ വിടില്ല, എല്ലാത്തിനും തീർത്തളയും. ചാവടങ്ങോട്ട്, ചാവ്. ഇവരെന്താ ചാവാത്തേ? ഓർത്തനെ തീർത്തുട്ടാ. നീ ഇവനും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇവനും കൂടി നമുക്ക് തീർത്തളയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ അവനും തീർത്തളഞ്ഞു. ഇനിയിപ്പോൾ സീനില്ല. നമുക്കിനി നേരെ ഷോറൂമിലേക്ക് പോവാം. ഷോറൂമിൽ പോയിട്ട് ഒരു പുതിയ ബൈക്കിങ് മേടിക്കാം. എൻ്റെ കയ്യിൽ പിന്നെ അധികം പൈസ ഇല്ലേ, അതും ഒരു പ്രശ്നമാണ്. എന്തുട്ടായാലും കുഴപ്പമില്ല, നമുക്കൊരു വില കുറഞ്ഞ സൂപ്പർ ബൈക്ക് മേടിക്കാം. ആ ഷോറൂമിൽ ഉണ്ടാവും. ഓക്കെ, നമ്മളെങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാ. ഇതെന്തത്? നിഞ്ചിയാ? നിഞ്ചൊന്നും എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ല. ഏത് ബൈക്ക് മേടിക്കുക? ഇവിടെ ഞാനൊരു ബൈക്ക് കണ്ടുവല്ലോ. ഈ കാണുന്ന ബൈക്കില്ലേ, KTM RC. ഇത് കുഴപ്പമില്ല ചേട്ടാ. നമ്മളങ്ങനെ ആ ബൈക്ക് പർച്ചേസ് ചെയ്തു. ആ ബൈക്കിന് പക്ഷേ അധികം റേറ്റ് ഇല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ ഡെലിവറി എടുക്കാം.
ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ KTM RC. സംഭവം കുഴപ്പമില്ല ഏട്ടാ. വില കുറഞ്ഞ ബൈക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബൈക്കിന് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. തൽക്കാലം ഇതൊക്കെ മതി. നമുക്ക് പിന്നെ ഈ വണ്ടി മോഡിഫൈ ചെയ്യണം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാ. ഇനിയിപ്പോൾ നമുക്ക് ഈ ബൈക്ക് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. അധികമൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒരു പേരിന് മോഡിഫൈ ചെയ്താൽ മതി. എന്തപ്പോൾ ചെയ്യണ്ടേ? വണ്ടിയുടെ കളർ മാറ്റണ? ആ കളർ മാറ്റണ്ട. വണ്ടിയുടെ അലോയ്സ് മാറ്റിട്ടാ. അലോയ്സിന് ഗ്രീൻ കളർ കൊടുക്കാം. ഇനി നമുക്ക് ടയറിൻ്റെ സൈസ് കൂട്ടാം. ഇത്രയും കൂട്ടിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇത് ബോറുണ്ട്. തൽക്കാലം ഇത്രയും മതി. പിന്നെ സ്മോക്കിൻ്റെ കളറില്ലേ, അത് പച്ച കൊടുക്കാം. തൽക്കാലം ഇത്രയൊക്കെ ചെയ്താൽ മതി, അധികം ആഡംബരം വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് ആ പെറ്റ് ഷോപ്പിൽ പോവാം. ഞാൻ പിന്നെ ഈ വണ്ടിയിലെ നൈട്രോയും ഇൻസ്റ്റാൾ ചെയ്തു. അന്നേരം ഇത് നല്ല സ്പീഡിൽ പോവണ്ടേ, വണ്ടി വീലടിക്കണുണ്ട്. എന്തൊട്ടായാലും കുഴപ്പമില്ല, നമുക്കിനി ആ പെറ്റ് ഷോപ്പിൽ പോവാം. അയാൾക്ക് ഈ വണ്ടി ഇഷ്ടാവുമെന്ന് വിചാരിക്കണു. ഓക്കെ, നമ്മളങ്ങനെ വീണ്ടും ആ പെറ്റ് ഷോപ്പിൽ വന്നേക്കാ. അയാൾക്ക് ഈ ബൈക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായില്ലെങ്കിൽ അയാളുടെ തലക്കടിച്ചിട്ട് ആ പട്ടീനെ അങ്ങ് മേടിക്കാം, അത്രേ ഉള്ളൂ. ചേട്ടാ, അതെ, ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടുവന്നു. ഞാൻ പിന്നെ KTM RC കൊണ്ടുവന്നേ. എങ്ങനെയുണ്ട്, അത് മതിയാ? KTM RCയാ? അത് കുഴപ്പമില്ലല്ലോ. എന്നാ പിന്നെ അത് മതി, ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഹസ്കിനെ മേടിച്ചേക്കാണ് കേട്ടാ. റോക്കിക്ക് പിന്നെ ഹസ്കിനെ ഇഷ്ടാവുമെന്ന് വിചാരിക്കണു. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഹസ്കിയെ എൻ്റെ പിന്നാലെ പോരെ, നമുക്ക് വീട്ടിലേക്ക് പോവാം.